ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജാസ് ഫോട്ടോഗ്രാഫി. എയർ ഫ്രയറിൽ ഒണിയൻ നല്ല ക്രിസ്പിയായി ഫ്രൈ ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ മസ്റ്റായി ചെയ്തിരിക്കണം. ഒണിയൻ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് എടുക്കണം. സ്ലൈസ് ചെയ്ത ഒണിയന് ഇതുപോലെ ഓരോ ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഗൈസ്, ഞാൻ ഇതിനു മുൻപും എയർ ഫ്രയറിൽ ഒണിയൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കൾക്കും എയർ ഫ്രയറിൽ ഒണിയൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഫ്രൈ ആകില്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് എന്നോട് ചോദിച്ചതിനാലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാറുണ്ട്. എനിക്കപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക. നല്ലതായിട്ട് ഉതിർത്തു വെച്ചിരിക്കുന്ന സവോളയാണിത്. അത് പ്രീ ഹീറ്റ് ചെയ്ത് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് എല്ലായിടത്തും എണ്ണ പറ്റുന്ന മാതിരി ഒന്ന് ഇളക്കി തന്നെ യോജിപ്പിക്കണം. 170 ഡിഗ്രിയാണ് സെറ്റ് ചെയ്യുക. 170-ൽ 10 മിനിറ്റ് സെറ്റ് ചെയ്തു. എവരി 3 മിനിറ്റ്സിൽ ഓഫ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ മുകളത്തെ വശം മാത്രമായിട്ട് ഫ്രൈ ആയി പോകും, താഴത്തെ ഭാഗം ഫ്രൈ ആകത്തുമില്ല. നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഈ ഭാഗമൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ വീണ്ടും വെക്കണം. ഇപ്പോൾ 170-ൽ 10 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. 3 പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ലൈറ്റ് വട്ടം അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പച്ചയായിട്ട് തോന്നിക്കുന്നത്. ആക്ച്വലി ഇത് നല്ല ഫ്രൈ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നതുകൊണ്ട് നോക്കിക്കേ, എല്ലാം ഒരുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എത്ര ഈസിയാണെന്ന് കണ്ടോ? എയർ ഫ്രയർ ഉണ്ടോ, എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. ഗൈസ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജയ് ഹിന്ദ്.